ശരി, ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം ശശി രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും രാജിവെക്കുക എന്നൊരു നടപടിയില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കലാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ അംഗത്വം പുതുക്കാതിരിക്കുകയാണ് പാർട്ടിയുടെ ഒരു രീതി. അപ്പോൾ നാളെ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നാളെ UDF പോകുമോ എന്ന കാര്യത്തിൽ നാളെയുടെ കാര്യം നാളെയാണല്ലോ തീരുമാനിക്കുക എന്ന് വാക്ക് പറയുകയും കോൺഗ്രസ് നേതാക്കളുമായി ഒരു ചർച്ച നടത്തിയെന്നുള്ള ചോദ്യങ്ങളോട് പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ശ്രീ VPP മുസ്തഫ, PK ശശിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാടെന്താണ്? ഇപ്പോൾ രാജിവെക്കുമ്പോൾ എന്തിന് രാജിവെച്ചു എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടണമല്ലോ. നേതാക്കൾ ആരും തന്നെ അത് പറഞ്ഞിട്ടില്ല. തന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ എന്ന് മാത്രമാണ് പറയുന്നത്. MV ഗോവിന്ദന്റെ ജാഥയിൽ പങ്കെടുത്തിട്ടില്ല. MV ഗോവിന്ദനെയും VD സതീശിനെയും ജാഥയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്നൊരു വിചിത്രമായ മറുപടിയും അദ്ദേഹം പറഞ്ഞു പാർട്ടിയിലിരുന്നു കൊണ്ട്. നേരത്തെ പാലക്കാട്ടെ പാർട്ടിയിലുള്ള സംഘടനാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ യാത്രയുടെ വേളയിൽ CPIM LDF സംഘടിപ്പിച്ച ജാഥയുടെ വേളയിൽ പാലക്കാട് വെച്ച് ജാഥാ ലീഡർ കൂടിയായ CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷോട് ചോദ്യമുണ്ടായിരുന്നത് സ്മൃതി ഓർക്കുമല്ലോ. ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ, പാലക്കാട്ടെ പാർട്ടിയിൽ ചില സംഘടനാ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ PK ശശിക്കെതിരെ നടപടി വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PK ശശിക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്ന സഖാവിനെ താഴെ പാർട്ടി ബ്രാഞ്ചിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ട് അവിടെ. അപ്പോൾ ആ പ്രശ്നങ്ങളില്ല എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത്തരം ചില വിഷയങ്ങൾ അവിടെ ഉണ്ട്. PK ശശിക്കെതിരെ പാർട്ടിയിൽ ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അനുസരിച്ചിട്ടുള്ള നടപടികൾ പാർട്ടിക്ക് കൈക്കൊള്ളേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതൊരു കാര്യം. സ്വാഭാവികമായിട്ടും അതിനുള്ള അസംതൃപ്തി ചിലപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടായേക്കാം. അപ്പോൾ അത് ഫോൺ ഒന്ന് ആരുടെയെങ്കിലും ശബ്ദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞോളൂ. അപ്പോൾ അവിടെ പിന്നെ ഈ പറഞ്ഞ വിധത്തിൽ ഉള്ള സംഘടനാപരമായ നടപടികൾ അദ്ദേഹത്തിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരിക്കാം. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ചില നിലപാടുകളെ സ്വാധീനം. പക്ഷെ അത് നടപടി ഇന്നുണ്ടായതല്ലോ ശ്രീ VPP മുസ്തഫ. കുറച്ചായി നടപടിയൊക്കെ വന്നിട്ട്. ആ നടപടി ഇപ്പോഴല്ലോ. അതെ, അല്ല, പക്ഷേ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ സ്മൃതി ഇവിടെ ജീവിക്കുന്ന ഒരാളാണല്ലോ. CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, MLA തുടങ്ങിയ ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ബ്രാഞ്ചിൽ പോയിട്ട് പ്രവർത്തിക്കേണ്ടി വരികയാണ്. അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഒരു മാനസിക അസ്വസ്ഥത, നടപടിയുടെ മാത്രമല്ലോ, അദ്ദേഹം ഇപ്പോഴും ബ്രാഞ്ചിൽ തുടരേണ്ടി വരികയല്ലേ. അതുണ്ടാക്കുന്ന ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടാകും, വ്യക്തിപരമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വർത്തമാനങ്ങളിലും ചില പെരുമാറ്റങ്ങളിലും പ്രകടമാകുന്നുണ്ടാകും. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ? ഞാനിപ്പോഴും CPM-ന്റെ ഭാഗമാണ്, CITU-വിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ മാസമാണ് CITU-വിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം വിശാഖപട്ടണത്ത് വെച്ച് നടന്നത്. അവിടെ ഞാൻ പ്രതിനിധിയായിരുന്നു, PK ശശിയും പ്രതിനിധിയായിരുന്നു. ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ 4 ദിവസം ആ സമ്മേളനത്തിൻ്റെ എല്ലാ നടപടികളിലും അദ്ദേഹം പൂർണ്ണമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസം മുമ്പാണ് ആ സമ്മേളനം നടന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും CPM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അക്കാര്യം അദ്ദേഹം അടിവരയിട്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് PK ശശി പാർട്ടി മാറുന്നു എന്നേ ഒരു തോന്നൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങളിലോ, ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചില വർത്തമാനങ്ങളിലോ പാർട്ടിക്കകത്ത് നടപടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന വ്യക്തിപരമായ പ്രയാസം ചിലപ്പോൾ പ്രകടമാകുന്നുണ്ടാകാം. അതല്ലാതെ അദ്ദേഹം ഇപ്പോഴും CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാഗമായിട്ട് തുടരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ചകൾ? അവിടെയാണ് സ്മൃതി ഞങ്ങൾക്കുള്ള വിമർശനം. ഇന്നിപ്പോൾ രാവിലെ തൊട്ട് CPIM-നെതിരായിട്ടുള്ള വാർത്തകളുടെ ഒരു പരമ്പര. രാവിലെ വന്നത് എന്താ? CPIM-ന്റെ സൈബർ വിങ്ങിൽ പൊട്ടിത്തെറി, 5 പേർക്ക് പരിക്ക്. ഇപ്പോൾ വൈകുന്നേരം എത്തിയപ്പോൾ PK ശശി പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നുള്ള നിലയിലേക്ക്. ഇവിടെയാണ് ഞങ്ങൾ കാലമായിട്ട് പറയുന്ന വിമർശനത്തിൻ്റെ വസ്തുത തെളിയിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ CPM-ൽ വലിയ ആഭ്യന്തര കുഴപ്പങ്ങളാണ്, ഇടതുപക്ഷം വലിയ പ്രശ്നത്തിലാണ്. അത് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായി ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ശ്രീ VPP മുസ്തഫ, പാലക്കാട് പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പാലക്കാട് CPM വിമതർ എന്നൊരു വിഭാഗം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ഈ കൊഴിഞ്ഞാമ്പാറയിൽ പഞ്ചായത്ത് ഭരണം CPM വിമതർ പിടിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ CPM വിമതർ എന്ന് പറയുന്നവർ PK ശശിയുമായി അടുത്ത് നിൽക്കുന്നവരാണെന്ന വാർത്തകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും, ഇത് UDF-ന് അനുകൂലമാക്കാമെന്നുള്ള ആലോചന മറുവശത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങ് എത്ര പറഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിയിൽ പലയിടത്തുമുണ്ട്, പാലക്കാടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ നിഷേധിച്ചോ? ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. ഇവിടെ
ഗോവിന്ദൻ മാഷ് വാർത്താ മാധ്യമങ്ങളോട് പാലക്കാട് വെച്ച് പറഞ്ഞ കാര്യം കോട്ട് ചെയ്തുകൊണ്ട് സ്മൃതി ഞാൻ തന്നെയല്ലേ പറഞ്ഞത് പാലക്കാട്ടെ CPM-ൽ പ്രശ്നമുണ്ട് എന്ന്. അല്ല, അങ്ങിപ്പോൾ അവസാനം പറഞ്ഞു വെച്ചത് പാർട്ടിയിലാകെ ഞാനല്ലേ പറഞ്ഞത്. അല്ല, അങ്ങല്ലേ അവസാനം പറഞ്ഞത് പാർട്ടിയിലാകെ പ്രശ്നമെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്ന്, പാർട്ടിയിൽ കുഴപ്പങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് ഉണ്ടായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. താങ്കൾ ഈ ഇടയ്ക്ക് കയറിയിട്ട് ഇങ്ങനെ കുത്തുന്നതുകൊണ്ട് CPM പ്രതിനിധികൾ പറയുന്നതിനോട് സഹിഷ്ണുതയോടെ കേൾക്കാനുള്ള ഒരു വാസന ഉണ്ടാവുന്നില്ലല്ലോ, അതിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് എന്താ, CPM ആകെ ആഭ്യന്തര കുഴപ്പത്തിലാണ്, ഇടതുപക്ഷം വലിയ പ്രതിസന്ധിയിലാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിലൊന്നും പ്രശ്നമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. കൊടുത്ത വാർത്ത മുസ്തഫ, ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒന്ന് പറയാമോ? ഇന്ന് നിങ്ങൾ ഉൾപ്പെടെ കൊടുത്തില്ലേ ഒരു വാർത്ത? എന്താണ്? CPM-ന്റെ സൈബർ വിങ്ങിൽ പൊട്ടിത്തെറി. എന്താ വിഷയം? എവിടെയാ ഉള്ളത്? പറഞ്ഞോളൂ, എവിടെയാ എന്നാ നിങ്ങൾ പറ, എന്നിട്ട് ഞാൻ പറയാം. എവിടെയാണ് CPM-ന്റെ സൈബർ വിങ്ങിൽ? ഒന്നാമത് അല്ല, നിങ്ങൾ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഒന്നാമത് അങ്ങനെ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ 2 ദേശാഭിമാനിയിലെ മുതിർന്ന ജേർണലിസ്റ്റുകൾ അതിൽ നിന്നും രാജിവെച്ചു എന്നുള്ള വാർത്തയുണ്ട്. അതിനെയായിരിക്കാം പൊട്ടിത്തെറി എന്ന് പറയുന്നത്. അത് പൊട്ടിത്തെറി എന്ന വാക്കാണോ അങ്ങേക്ക് ബുദ്ധിമുട്ടായത്, അത് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണോ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്? ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, ഈ വാർത്ത കൊടുത്ത ആ പ്രാധാന്യത്തിൽ എന്തുകൊണ്ട് അവരുടെ നിഷേധക്കുറിപ്പ് കൊടുക്കുന്നില്ല? ES സുഭാഷും KV സുധാകരനും എല്ലാം മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ നീട്ടിപ്പിടിക്കുന്ന മൈക്കിലൂടെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇപ്പോഴും CPM-ലാണ്, പാർട്ടി ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്, ഞങ്ങൾ ദേശാഭിമാനിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്, പ്രവർത്തകർ എന്നുള്ളത് CPM-ൽ നിന്ന് ഇവരൊക്കെ പോയി എന്ന് എവിടെയെങ്കിലും വാർത്ത പോയോ? അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞത് അവരിന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയാണ്. പക്ഷെ ആ പ്രസ്താവന എന്തുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ CPM-നെതിരെ കൊടുത്ത വാർത്തയുടെ അതേ പ്രാധാന്യത്തിലോ അത്രയും തന്നെ പ്രസക്തിയിലോ അത് കൊടുക്കുന്നില്ല. അത് ഒരു മാധ്യമവും അത് കാണിക്കുന്നില്ല. അവരുടെ നിഷേധ പ്രസ്താവന കാണിക്കുന്നില്ല. ഇത് തന്നെയല്ലേ PK ശശിയും പറഞ്ഞിരിക്കുന്നത്. PK ശശി തുറന്നു പറയുന്നു, ഞാൻ ഇപ്പോഴും CPM-ലാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് അത് കൊടുത്തിട്ടല്ലേ നമ്മൾ ചർച്ച തുടങ്ങിയത്. എല്ലാ പ്രതികരണങ്ങളും കൊടുക്കും. ഒരു വാർത്ത വരും, ആ വാർത്തയെ നിഷേധിച്ചുകൊണ്ട് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളും കൊടുക്കും. അതുകൊണ്ട് ആ വാർത്ത ഇല്ലാതാകുന്നില്ല. വാർത്ത അവിടെയുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ വാർത്ത കൊടുത്തത്. ഒന്നാമത് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ തർക്കത്തിലേക്കില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.